46 വർഷങ്ങൾക്ക് മുൻപ് ഒരു വൈകുന്നേര സമയത്ത് അപ്രതീക്ഷിതമായാണ് ഇറാനും ഇസ്രയേലും എന്നീ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായെന്ന് ലോകമറിയുന്നത്. അപ്പോഴും എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ ഇറാനും ഇസ്രയേലും തമ്മിൽ എങ്ങനെ യുദ്ധം സാധ്യമാവും എന്നതായിരുന്നു. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഈ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇറാനും ഇസ്രയേലും എത്ര ചെറിയ രാജ്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് ഇവർ തമ്മിൽ യുദ്ധം സാധ്യമാവുന്നു? ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ഇറാനും ഇസ്രായേലും തമ്മിൽ കര അതിർത്തി പങ്കിടുന്നില്ല. സിറിയ, ഇറാഖ്, ജോർദാൻ എന്നീ 3 രാജ്യങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമാണ് ഈ രണ്ട് രാജ്യങ്ങളുള്ളത്. ജോർദാൻ, ഖത്തർ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പരസ്യമായി തന്നെ പിന്തുണ നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് ഇറാന്റെ സകലമായ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുന്നുണ്ട്. ഇനി ഇറാനെ സഹായിക്കുന്നത് ആരൊക്കെയെന്ന് നോക്കാം. ഹിസ്ബുള്ള, ഹമാസ്, പിന്നെ ഇറാന്റെയും ഇറാഖിന്റെയും സായുധ ഗ്രൂപ്പുകളും ശക്തമായി തന്നെ ഇറാന് സഹായം ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും 3 രാജ്യങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലും തന്നെ നിലവിലില്ല. അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് പരസ്പരം പ്രവേശനം നിരോധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കരമാർഗം വഴിയുള്ള യുദ്ധം സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായുമാർഗം വഴിയുള്ള യുദ്ധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുണ്ട്. അതായത് ഇറാനിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയാണ് ഇസ്രയേൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം ഡൽഹിയിൽ വരെ പോകുന്ന ഒരു വ്യത്യാസമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്. അങ്ങനെ 46 വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളിൽ നിന്ന് ഇക്കഴിഞ്ഞ 13-ാം തീയതി പുലർച്ചെ ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇറാൻ വെറുതെ ഇരുന്നില്ല. ഓപ്പറേഷൻ 2 പ്രോമിസ് 3 എന്ന പേരിൽ ഇസ്രായേലിനെതിരെ ഡ്രോണുകൾ ഉപയോഗിച്ചും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചും ശക്തമായി തിരിച്ചടിച്ചു. 21 മാസമായി ഇറാനും ഇസ്രായേലും തമ്മിൽ തുടർച്ചയായ യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പത്രസമ്മേളനം അനുസരിച്ച് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. കണക്കുകൾ പ്രകാരം 9 ആണവോർജം ഇറാന്റെ പക്കലുണ്ടെന്നും അത് 1 വർഷത്തിനുള്ളിൽ ആണവായുധമായി മാറുമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ 1979-ലാണ് ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഈ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളും നിലവിലില്ല. ഇസ്രായേലിനെ നിയമപരമായ ഒരു രാജ്യമായി ഇറാൻ ഇതുവരെ കണക്കാക്കിയിട്ടില്ല. ഇതിൽ പ്രധാനമായ കാര്യം എന്തെന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഇറാന്റെ ആണവ നിലയത്തിൽ യുദ്ധങ്ങൾ നടത്തുന്നു. അങ്ങനെ 2015-ൽ ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടുവാൻ നിർബന്ധിതനായി. അങ്ങനെ അവരുടെ പക്കലുണ്ടായിരുന്ന 97% വരുന്ന ആണവോർജം ഉപേക്ഷിക്കുവാൻ അവർ നിർബന്ധിതരായി. അങ്ങനെ ഇരിക്കെ 2018-ൽ അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറി. തുടർന്ന് ഈ ആണവോർജം വലിയൊരു ആണവ ബോംബായി മാറാൻ അധികം കാലതാമസം വേണ്ട. അതിന് തടയിടാൻ വേണ്ടിയാണ് ഇസ്രായേൽ പരിശ്രമിക്കുന്നത്. ഇറാന് വേണ്ടി ഹിസ്ബുള്ള ചെറിയ രീതിയിലൊക്കെ ഷെല്ലാക്രമണം ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഫലമായി ഇസ്രായേൽ ഹിസ്ബുള്ളയെ തകർത്തു കളഞ്ഞു. ശേഷം ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ആണവ നിലയത്തിന്റെ പേരിൽ പിന്നെയും യുദ്ധങ്ങൾ ആരംഭിച്ചു. ഇസ്രായേലിന് അങ്ങനെ വെറുതെ ഒരു രാജ്യത്തെ കയറി ആക്രമിക്കുന്ന സമ്പ്രദായമില്ല. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനെ ഉപയോഗിച്ച് ആ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ വീക്ഷിക്കുന്നു. എന്നിട്ട് മാത്രമേ ഒരു അറ്റാക്കിലേക്ക് അവർ കടക്കുകയുള്ളൂ. മൊസാദിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ലോകത്തിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാരസംഘടനയാണ്. ഈ യുദ്ധം നോക്കുകയാണെങ്കിൽ മൊസാദ് ആദ്യം തന്നെ ഇറാനിൽ ഒരു ചാരകേന്ദ്രം നിർമ്മിക്കുന്നു. അതിൽ ഡ്രോണുകളും മിസൈലുകളും സൂക്ഷിച്ച ശേഷം മാത്രമാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഇസ്രായേലിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇറാനിലെ ആണവ നിലയങ്ങളും ആണവോർജങ്ങളും നശിപ്പിക്കുക എന്നുള്ളത്. അതിനു മുന്നോടിയായി ഇറാന്റെ 2 ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ വധിച്ചു. ഇറാന്റെ സൈനിക ശക്തി 11.5 ലക്ഷവും ഇസ്രായേലിന്റെ സൈനിക ശേഷി 6.5 ലക്ഷവുമാണ്. എന്തായാലും യുദ്ധം ആർക്കും സമാധാനം നൽകുന്നില്ല.